ഹലോ, എൻ്റെ ഒരു വാട്ടയിനിടയിലേക്ക് വീണ്ടും സ്വാഗതം. രാവിലെ തന്നെ നല്ല ചൂടാവി പറക്കുന്ന പുട്ടും കൂടെ തന്നെ നല്ലൊരു മുട്ട റോസ്റ്റും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് പതിവ് പോലെ തന്നെ നല്ല ചൂട് ചമ്പാവരിച്ചോറും പയറുതോരനും ചുരമീൻ കറിയും അച്ചാറും മീൻ പറ്റിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു. ഈ മീൻ പറ്റിച്ചത് നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കണം. ഇതിൻ്റെ സ്വാദ് അപാരമാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ ഉറപ്പായിട്ടും ഷെയർ ചെയ്യാം. പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടിക്കൊശം കഴിച്ചു. അന്തസ്. വൈകുന്നേരം നല്ല ചൂട് കട്ടനും കൂടെ വറുത്ത കപ്പലണ്ടിയും ഡേറ്റ്സും ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ചതിന് ശേഷം പുറത്തോട്ടൊന്ന് പോകാമെന്ന് വെച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് കാര്യവട്ടത്ത് കേപ്പിയിൽ നടക്കുന്ന കാര്യം ഓർത്തത്. പിന്നെ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. പോരാത്തതിനൊന്നും സഞ്ജുവിൻ്റെ കളിയും കൂടെ ആയിരുന്നു. അവിടെ പോയതിനു ശേഷം ഒരു പോപ്കോൺ കൂടെ മേടിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ കളിയുടെ കാര്യം എൻ്റെ അമ്മേ ഒന്നും പറയാനില്ല. അവസാനത്തെ ബോൾ വരെ നല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ ആയിരുന്നു. ശരിക്കും ഒരു വർത്തേ വാശി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് വിശപ്പിൻ്റെ വിളി വല്ലാതെ കൂടിയപ്പോൾ ഒരു തട്ടുകടയിൽ കയറി നല്ല തട്ടുദോശയും രസവടയും ചമ്മന്തിയും പപ്പടവും ഒക്കെ കൂടെ കൂട്ടിക്കുഴച്ച് കഴിച്ചു. ഇനിയിപ്പോൾ എന്താ, വീട്ടിൽ പോകണം, ചെന്ന് കിടന്ന് ഉറങ്ങണം.